സാജിദ് ജിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാജിദ്, വാർത്താ സമ്മേളനം ഉടൻ തുടങ്ങുമോ? വാർത്താ സമ്മേളനം ഉടൻ തുടങ്ങാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. ഇതിൽ എന്താണ് അവർ പറയാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എന്തായാലും സന്ദീപ് വാര്യറുമായി 3 വട്ടം ചർച്ച നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഉടൻ തന്നെ വരുമോ അതോ വൈകുമോ എന്നുള്ളതാണ് ഇനി അറിയാൻ ഉള്ളത്. അതിൽ ഈ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഈ സന്ദീപ് വാര്യരെ പോലെ ഒരാൾ വരുന്നത് ഗുണകരമാണ് എന്നുള്ളപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയുണ്ട്. ഇത് സന്ദീപ് വരുന്നുണ്ട്, എന്താണ് ചർച്ച നടന്നിട്ടുണ്ട്? യെസ്, ഇപ്പോൾ SA അജിംസ് കൂടി ചേരുകയാണ് പാലക്കാട് നിന്ന്. അജിംസ്, ഇതൊരു വൺ ടെസ്റ്റായി പോയല്ലേ? തീർച്ചയായിട്ടും രേഷ്മ, ഇന്നലെ രാത്രിയാണ് നിർണായകമായ നീക്കം UDFന്റെ ഭാഗത്തുണ്ടായത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വരാൻ പോകുന്ന ഈ സമയത്ത് പാലക്കാടിനെ സംബന്ധിച്ച് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. UDFനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പരിഹാസം എന്ന് പറയുന്നത് BJP വിട്ട ഒരാൾ പുറത്തു പോയാൽ ഒരിക്കലും അവർ കോൺഗ്രസിലേക്ക് വരുന്നില്ല എന്നുള്ളതായിരുന്നു. അവരെ സംബന്ധിച്ച് BJPയും UDFും തമ്മിൽ നേർക്കുനേരെ ഫൈറ്റ് നടക്കുന്ന പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ ഞങ്ങളാണ് BJPയെ തടഞ്ഞു നിർത്താൻ പോകുന്നത് എന്നൊരു മെസ്സേജ് അവർ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അത് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒന്നായി മാറും ഇങ്ങനെ ഒരു നീക്കം നടന്നാൽ. ഇപ്പോഴും നമുക്കത് ഫൈനലായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനവട്ട ഒരു ചർച്ച സന്ദീപ് വാര്യരുമായി UDF നേതൃത്വം നടത്തുകയാണ്, കോൺഗ്രസ് നേതൃത്വം നടത്തുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ അവസാനത്തെ ആ ചർച്ച പൂർത്തിയാകുന്നതോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ആ ചർച്ച ഇപ്പോഴും അവസാന വട്ട ചർച്ച ഇപ്പോഴും തുടരുകയാണ്. അത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയായിരിക്കാം നടക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. രേഷ്മ, യെസ്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് കോൺഗ്രസ് രഹസ്യമായി നടത്തിയത്. ഇപ്പോൾ നിർണായകമായ വാർത്താ സമ്മേളനത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതാക്കൾ. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, ഒപ്പം VK ശ്രീകണ്ഠൻ, ബെന്നി ബഹനാൻ, ഷാഫി പറമ്പിൽ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയാണ്. BJP വിട്ട കോൺഗ്രസിലേക്ക് കൂടുമാറ്റുകയാണ് സന്ദീപ് വാര്യർ. കോൺഗ്രസ് നേതാവ് ചാമക്കാലയുടെ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. ചർച്ച നടക്കണമെങ്കിൽ പോലും അത് വേറെ ലെവലിൽ നടക്കേണ്ടത് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമോ? എങ്ങനെയാണ് പത്രസമ്മേളനം നടക്കല്ലേ, അത് കഴിയട്ടെ. ഹലോ, എന്തായാലും ജ്യോതികുമാർ, ഏറ്റവും നിർണായകമായൊരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തിലേക്ക്, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ്, അവസാന ലാപ്പിലെത്തുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത് എന്നുള്ളതും ഇതിന്റെ പ്രാധാന്യം കൂട്ടുകയാണ്. അവിടെ നിൽക്കുന്നവരെ പ്ലീസ് നമ്മുടെ